ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സൺഡേ റുട്ടീൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് രാവിലെ സൺഡേ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാടെ ഞങ്ങളുടെ ക്ലീനിങ് പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഒരു സൈഡിൽ കൂടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞുകൊണ്ട് അരുണേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പോയി ലാഡർ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊണ്ട് കൊടുത്തു. അരുണേട്ടൻ അത് കൊടുക്കാൻ പോകുന്ന സമയം കൊണ്ട് ഞാൻ വാക്കും മോപ്പിങ്ങും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ നല്ല ചെയ്ത് നല്ല അടിപൊളിയാക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ വീട് നല്ല ചക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം ലഞ്ച് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം ലഞ്ചിന് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഇനിയിപ്പം കുറേ ടയേർഡായി, കുറേ ജോലിയൊക്കെ കഴിഞ്ഞ് ടയേർഡായല്ലോ. അപ്പം ഇനിയിപ്പോൾ വിഭവസമൃദ്ധമായ സദ്യയൊന്നുമില്ല, എങ്ങനെയും തട്ടിക്കുട്ടി പരിപാടികൾ എന്തെങ്കിലും ചെയ്യണം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലഞ്ചിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലേക്ക്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ വെജ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റൈസ് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ക്യാരറ്റും ബീൻസും പിന്നെ ക്യാപ്സിക്കവും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പനീറിൻ്റെ ഒരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ്, ഒരു മസാല ഗ്രേവി ടിക്ക മസാല മാതിരി ഒരെണ്ണം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പനീറൊക്കെ ഒന്ന് പാക്കറ്റിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനൊരു മസാല ഉണ്ടാക്കണം, പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ പുളിയില്ലാത്ത തൈരാട്ടോ എടുക്കുന്നത്. അതൊന്ന് വിസ്ക് ചെയ്തൊന്ന് നല്ല ക്രീമി ടെക്സ്ചർ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ കസൂരി മേത്തി. അത് കുറച്ച് ഉണങ്ങിപ്പോയി, എന്നാലും സാരമില്ല, ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പനീർ മുറിക്കുന്നില്ല, അപ്പാടെ തന്നെ ചേർത്തൊന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ക്യാപ്സിക്കവും സവോളയും ചെറുതായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പിന്നെ കുറച്ചൊന്ന് റിച്ച് ആയിക്കോട്ടെ, ഒരു കാണാനൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അത് എടുത്തതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം കുറച്ച് ബാക്കിയും വന്നിട്ടുണ്ട്, അപ്പോൾ അത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് എടുത്തതാണ്. അങ്ങനെ എല്ലാം നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാല ചേർക്കണമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ ചാട്ട് മസാലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ അല്ലാണ്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ഒന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പനീർ ഭയങ്കര കട്ടിയായി പോകുന്ന, റബ്ബർ പോലെ ആയി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ഉള്ളിയും ക്യാപ്സിക്കവും കൂടെ ഒന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പനീറൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയതേ ഉള്ളൂ, ഒരുപാടൊന്നും ഫ്രൈ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി ഇത് നമുക്കത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി അതേ പാനിലോട്ട് തന്നെ ഞാൻ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചോപ്പ് ചെയ്തതും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റാനായിട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ പനീറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ പനീർ, കാരണം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്. പക്ഷേ കഴിക്കരുത്, നമുക്ക് ഗ്രേവിയിലേക്ക് ചേർക്കണമല്ലോ. കഴിക്കാനൊക്കെ ഭയങ്കര ടെംപ്റ്റേഷൻ ആയിരിക്കും, പക്ഷേ കഴിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോൻ്റെ പ്യൂരിയാണ് ചേർക്കുന്നത്. അത് നല്ല പഴുത്ത ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഇനിയൊന്ന് കുക്കായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഞാൻ പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് മുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് എത്ര വേണോ അത്രയും ചേർക്കാം. അപ്പം കാശ്മീരി റെഡ് ചില്ലി ഇടുകയാണെങ്കിൽ കുറച്ച് നല്ലോണം നിറം വരും. എന്നിട്ട് മുളക് പൊടിയും കൂടെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പനീറിൻ്റെ ക്യൂബ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലൊരു മിക്സ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ തൈരിൻ്റെ മിക്സ് ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കലക്കി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഗ്രേവി ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മതി കേട്ടോ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ പനീറിൻ്റെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. പനീർ ടിക്ക മസാല സംഭവം പൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലയും പിന്നെ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് പനീർ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. സംഭവം എളുപ്പമാണ് കേട്ടോ, അതുപോലെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ പനീർ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓയിലിട്ടിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തേക്കുന്ന പച്ചക്കറികളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സോസും പിന്നെ കെച്ചപ്പും പിന്നെ കുറച്ച് പെപ്പറും ഉപ്പുമാണ് ഇട്ടിട്ട്
എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അരിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും തന്നെ ആമിയൊക്കെ വിശന്ന് തളർന്ന് വിളി തുടങ്ങി, അമ്മ അമ്മ എന്നൊക്കെ വിളി തുടങ്ങി. അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം തന്നെ 2:45 ആയി. അപ്പോൾ ഇനി വേഗം നമുക്ക് ലഞ്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് എല്ലാവർക്കും സെർവ് ചെയ്തിട്ടുണ്ട്, ഫ്രൈഡ് റൈസും പനീറിൻ്റെ കറിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുപോലെ ഫുഡൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ.